ഹായ് ഫ്രണ്ട്സ്, ഇവൻ ഇവിടെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു. ഇവൻ്റെ ഫസ്റ്റിലത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇവർ രാത്രിയായിരുന്നു എത്തിയത്, അപ്പോൾ അന്ന് എടുക്കാൻ പറ്റിയില്ല, വെളിച്ചക്കുറവുകൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇവൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓണറിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇവനെ കൊണ്ടുപോകുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇവൻ്റെ ട്രെയിനിങ് എത്രത്തോളം ഇവൻ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം ഇവൻ്റെ ഓണറൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തത്. ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞു. അപ്പൊ ഇവൻ ആദ്യത്തെ പ്രശ്നങ്ങൾ ഭയങ്കര ചാട്ടവും, ഇവളെ ഒന്നും വിടുന്നില്ലല്ലേ? ഒരേ പ്രശ്നങ്ങളായിരുന്നു. ചാട്ടം പ്രശ്നം ഇപ്പം കുറെ ഒരുവിധം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്ന് ആദ്യമായിട്ട് പിന്നെ കാണുന്നല്ലേ, ഒരു മാസത്തിന് ശേഷമാണ് ഇന്ന് ഇവനെ കാണുന്നത്. അപ്പൊ നമ്മളെ ട്രെയിനിങ് ഇവിടെ ഒരു ട്രെയിനിങ് സെന്റർ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം? ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയത്. കിട്ടി. ഓക്കെ. അപ്പം നമ്മളെ ട്രെയിനിങ് ഏകദേശം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. അപ്പോൾ ഇവരല്ലേ സ്ഥിരമായിട്ട് ഉണ്ടാവും. അതെ. അപ്പോൾ നമുക്ക് ഇവരോട് എങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവരെയും പഠിപ്പിക്കാം, അതുപോലെ തന്നെ മോളെയും പഠിപ്പിക്കണം അല്ലേ? എനിക്ക് പഠിക്കണ്ടേ? എനിക്കും ട്രെയിൻ ചെയ്യണ്ടേ? ഇനി പറയുന്ന പോലെ കേൾക്കണ്ടേ അല്ലേ? ഡോഗ് പറയാ സെറ്റ് ആക്കണ്ടേ? അപ്പോൾ നമുക്ക് അവളെയും പഠിപ്പിക്കാം. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. ഇങ്ങനെയൊക്കെ സിറ്റ് ഇവിടെ ഒരു എന്തായാലും ഫുഡ് കൊടുക്കുക. ഡോഗ് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി വെക്കും. അപ്പോൾ നോ, അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ നോ പറയാം. പിന്നെ ഒരു ഫുഡ് കൂടി കൊടുക്കുക ഫസ്റ്റ് ടൈം. ഇത് എപ്പോൾ കൊടുക്കണമെന്നില്ല, നമുക്കൊരു 2-3 ആഴ്ച ഇതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഡോഗിനെ നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കാനുള്ള ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കുക. നേരെ കൈ നേരെ താഴോട്ടാക്കി ഇങ്ങനെ ഡൗൺ, ഇവിടെ ട്രീറ്റ് കൊടുക്കുക. നോ സ്ലീപ്പ്. ഈ സ്ലീപ്പിന് ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കുക. ജസ്റ്റ് നോ സ്ലീപ്പ് റോൾ. ഈ റോളിന് ഇവിടെ ഒരു ട്രീറ്റ് കൊടുത്തു. പിന്നെ ഓക്കെ ഗെറ്റപ്പിന് ഒരു ട്രീറ്റ് കൊടുത്തു. ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഹീൽ കൈ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഹീൽ ഇവിടെ ഒരു ട്രീറ്റ് കൊടുത്തു. ഇനി നമ്മൾ നടക്കുമ്പോൾ ഹീൽ നോ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കി നേരെ തിരിഞ്ഞ് ഇവിടെയും ട്രീറ്റ് കൊടുത്തു. ഓക്കെ കം ഹീൽ. നേരെ റിട്ടേൺ നടന്ന് ഇതേപോലെ വന്ന് നോ കറക്റ്റ് എപ്പോൾ നേരെ ഇരുത്തിയിട്ട് കൊടുക്കുന്നതാണ്. നോ കുറച്ചങ്ങോട്ട് അകൽന്ന് ഇരുന്നാണെങ്കിലും മാറ്റി ഇരുത്തി കളയാം, അതൊരു ശീലമാവും. ഓക്കെ. പിന്നെ ഇതേപോലെ തന്നെ ഓക്കെ കം നോ ഹീൽ നോ റോ സി ഹീൽ സി യെസ്. ഇത് കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡിന് നേരെ ഇങ്ങനെ കൈ വെച്ചാൽ ഷെയ്ക്ക് ഹാൻഡ്, ഇവിടുന്ന് നേരെ ഇങ്ങനെ വെച്ചാൽ ഷെയ്ക്ക് ഹാൻഡ്. അപ്പോൾ ഒരു ട്രീറ്റ് അവിടെ കൊടുക്കും. ഓക്കെ കം. ഒരു 2-3 ആഴ്ച എന്തായാലും ട്രീറ്റ് കൊടുക്കണം. പിന്നെ നമുക്ക് ഓരോന്ന് കട്ട് ചെയ്ത് അല്ലാണ്ട് ഒന്നും കൊടുക്കാണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു പോകും. ഇത് ഈ പൊസിഷനിൽ ഇത് നമ്മൾ സിറ്റപ്പ് എന്ന് പറയാം. ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ നിൽക്കാൻ സിറ്റപ്പ്. ഓക്കെ ഓക്കെ കം ദാ നോ സിറ്റപ്പ് യെസ്. അത് നമുക്ക് നമസ്കാരം പറയാമോ, അത് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് എന്ത് വാക്ക് ഉപയോഗിക്കാം. ഇതിപ്പോ ഞാനിപ്പോ ജസ്റ്റ് ഈ കൈ കണക്കായിട്ടാണ് കളിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മള് കൈ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോ സിറ്റപ്പ് ചെയ്യും. സിറ്റ് ഡൗൺ സ്ലീപ്പ് പിന്നെ റോള് ഓക്കെ ഗെറ്റപ്പ് സിറ്റ് ഫുഡ്. ഒന്നും കൂടി ചെയ്ത് നോക്കാം. സിറ്റ് ഡൗൺ സ്ലീപ്പ് പിന്നെ റോള്. അതെ, നേരെ താഴെ സ്ലീപ്പ് ഗെറ്റപ്പ് ഹീൽ. അടുത്ത കൈ സിറ്റ് ആയിട്ടില്ല. ഇനി വലത്തെ കൈ വലിയ മാറ്റി. ഇനി വലത്തെ കൈയാണ് മുന്നിലേക്ക് ആക്കുന്ന. അതിനെ
മുന്നിലത്തെ കാല് കുറച്ചും മുമ്പോട്ടാക്കി വെച്ചോ. എന്നാ കുറച്ച് ദൂരം. ഒന്ന്, സ്ലീപ്പ്, റോള്, ഇനി ഗെറ്റപ്പ്, സീറ്റ്, ആ ഹീല്. ആടെ ഒരു ട്രീറ്റ് കൊടുത്തേ. വേണ്ട കുഴപ്പമില്ല. ഹീല്. ഇനി നടന്നോ. ഹീൽ. വലത്തെ കൈ ലീഷ്, ഇടത്തെ കൈ ഫ്രീ ആയിരിക്കും. അപ്പൊ തിരിച്ച് നടന്നോ. അധികം ടൈറ്റ് കൊടുക്കണ്ട. പക്ഷെ താത്തി പിടിച്ച കൈ അങ്ങനെ കൊടുത്തോ. കുറച്ചും കൂടി ലൂസാക്ക് ലീഷ്. ഓരോ വർഷം കൊടുത്താൽ മതി. ഗെറ്റിന് മനസ്സിലായില്ല. ഒന്നും കൂടി ഡൗൺ. ഇങ്ങനെ കൊടുക്കും. ഡൗൺ ആയല്ലോ. ഇനി സ്ലീപ്പ് പറ. സ്ലീപ്പ് ഇങ്ങനെ കൈ കൊടുക്കും. സ്ലീപ്പ്. ചിരിക്കല്ല. അപ്പൊ നമ്മളെ ട്രെയിനിങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ട്രെയിനിങ് നന്നായിട്ടുണ്ട്. കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ എന്തായാലും ഒരു മാസം മെയിൻ ആയിട്ട് നല്ലോണം ചെയ്യണം. 6 മാസം എന്തായാലും ചെയ്യണം. പക്ഷെ ഒരു മാസം നല്ലോണം ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇതിലും എത്രയോ ഭംഗിയാവും. ഒക്കെ ഇപ്പൊ ഇവളെടുക്കായാലും ആരടുക്കായാലും നല്ല രീതിയിൽ അടങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോ ഇങ്ങനെ എന്തായാലും ട്രീറ്റ് കറക്റ്റ് ടൈം കൊടുക്കണം. അതാണ് ശരിക്കും ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ വിജയം. വെറുതെ കിട്ടുന്നതല്ല, ഒരു കറക്റ്റ് ടൈമിന് ട്രീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. സിറ്റ് പറഞ്ഞോ. ഡൗൺ പറഞ്ഞാ ഒന്ന്. അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. എന്ത് സംശയം ഉണ്ടെങ്കിൽ വിളിച്ചു നമുക്ക് റെഡിയാക്കാം. ഓക്കെ, എന്നാ പിന്നെ ശരി. താങ്ക് യു.